വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടിയെന്ന ഗവർണറുടെ കത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്നും ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി ഗവർണർക്കുള്ള മറുപടി കത്തിൽ പറഞ്ഞു. ശ്രീത്ത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചെയ്യുന്നു. ശ്രീത്ത്, ഗവർണർക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി കത്താണ്. അതിൽ കൃത്യമായി തന്നെ നിലപാട് സർക്കാർ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അനാദരവ് വിദ്യാഭ്യാസ മന്ത്രി ഗവർണർ കാട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുമുണ്ടല്ലോ. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് രണ്ടാം തവണയാണ് ഭാരതാംബ വിവാദത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കത്തെഴുതുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശിവൻകുട്ടി അനാദരവ് കാട്ടിയെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അത്തരമൊരു അനാദരവ് പ്രകടിപ്പിക്കുന്ന ഒന്നും ബോധപൂർവം ചെയ്തിട്ടില്ല. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ചടങ്ങിലേക്ക് വന്നത്. ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതുമാത്രമേ ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് ഇങ്ങനെയേ പെരുമാറാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികൾ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്ന് ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഇന്നലെ രാത്രിയാണ് രാജ്ഭവനിലേക്ക് പ്രത്യേക ദൂതൻ വഴി കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് രണ്ടാം തവണയാണ് ഈ RSS ചിഹ്നം അല്ലെങ്കിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ഔദ്യോഗിക പരിപാടിയിൽ ഉപയോഗിക്കുന്നതിനെതിരായ നിലപാട് സർക്കാർ വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർക്ക് കത്തെഴുതുന്നത്. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.